തോറ്റു കഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകും, ഞാൻ മൊട്ടയടിക്കും, ഇതൊന്നും ദയവ് ചെയ്ത് പറയരുത്. ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മഹാരാജാക്കന്മാരോ ചക്രവർത്തിമാരോ ഒന്നും ആവാൻ പോകുന്നില്ല. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതെ അതെ. അപ്പോ അതൊരു ജനാധിപത്യ സംവിധാനമല്ല, അതൊരു കുടുംബ സംവിധാനമാണ്. എന്ത് തരം അവൈലബിൾ കമ്മിറ്റിയാണ് കൂടുതൽ? ഇപ്പോൾ പ്രകാശ് കാരാട്ടും വൃന്ദാക്കാരാട്ടും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവൈലബിൾ PBI എന്ന് പണ്ട് പറയാറുണ്ട്. അവരുടെ കുടുംബാധിപത്യം ഒന്നും കുറ്റം പറയണ്ട. ആ കുടുംബാധിപത്യമൊക്കെ നന്നായി സ്വീകരിച്ച് അതിനെ ആനയിച്ച് പ്രധാനമന്ത്രി പടത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഈ മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ കൊടുക്കുകയാണല്ലോ. ഇന്നിപ്പോൾ ലീഗിന്റെ നിലപാട്, ലീഗ് ഈ വിഷയത്തിൽ അവരുടെ ഒരു ചോയ്സ് മുന്നോട്ട് വയ്ക്കുന്നു എന്ന നിലയ്ക്കാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ മറ്റഭിപ്രായങ്ങൾ, മുന്നണിയിലെ അഭിപ്രായങ്ങൾ പ്രസക്തമാണോ? ഇത് നമ്മള് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇന്നലെ എക്സിറ്റ് പോള് ഇതെല്ലാം മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു ആഘോഷത്തിന്റെ കാലഘട്ടമാണല്ലോ. ഈ ചില ഉത്സവ കാലം എന്ന് പറയുന്നത് പോലെ തന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇതും ഒരു ഉത്സവകാലമാണ്. ആ ഉത്സവത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്നതിലപ്പുറം ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നീടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കമ്പീറ്റന്റ് ആയിട്ടുള്ള കുറെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഒന്നിലധികം നേതാക്കന്മാരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ CPM-നെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, മറ്റൊരു പേര് പറയാനില്ല. അപ്പോൾ അത് മാത്രമേ അതിൻ്റെ അകത്തൊരു വ്യത്യാസമായി കാണേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പല പേരുകളുണ്ട്, അല്ലെങ്കിൽ ആ പേരുകാരെല്ലാം തന്നെ കമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകളാണ്. അവരിൽ ആര് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ പറയരുത്. ഏറ്റവും ഒടുവിൽ വന്ന ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ 55 മുതൽ 73 വരെ സീറ്റ് എന്ന റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. അതിലും UDF-നാണ് മേൽക്കൈ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം 5 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും സമ്മതിച്ചു തന്നിരുന്നോ ഞങ്ങൾ രണ്ടാമത് അധികാരത്തിൽ വരുമെന്ന്? റിസൾട്ട് വന്നപ്പോഴോ അതിന് മുമ്പത്തേക്കാൾ മികച്ചൊരു വിജയം കേരളത്തിൽ LDF-ന് സമ്മാനിച്ചു. അത് പലർക്കും ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിനുശേഷം ഞങ്ങൾ അതിൽ നിന്ന് ഒട്ടും പിറകോട്ട് പോയില്ലല്ലോ. ഞങ്ങളെ സംബന്ധിക്കുന്ന ഞങ്ങൾ ഡിസർവ്ഡ് ആണല്ലോ ഭരണം നേടാൻ. കാരണം അതിനുശേഷം ഞങ്ങൾ പിറകോട്ട് പോയില്ല. ഞങ്ങൾ തുടങ്ങി വെച്ചത് വിപുലീകരിക്കുകയും പൂർത്തീകരിക്കുകയും ഞങ്ങൾ ഒരു പുതിയ കേരളത്തെ എങ്ങനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്തു. ആ ആത്മവിശ്വാസവും ആത്മബലവും ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് തുടർഭരണം ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞാൽ അത് വ്യക്തിയധിഷ്ഠിതമാണ് പ്രശ്നം. അത് ജയിച്ചാൽ എൻ്റെ ഗുണം, തോറ്റാൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒറ്റയാളായിട്ട് അത് എടുക്കുന്നത് അപക്വമായൊരു നിലപാടാണ്. ഒരു ടൈറ്റ് ഫൈറ്റ് ഒക്കെ പലരും പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഏകപക്ഷീയമായ വിജയം ആവില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്ങാനും ഇനി ഒരു ഹങ് അസംബ്ലി വരുമോ? അങ്ങനെ വന്നാൽ BJP എന്ത് പൊസിഷൻ എടുക്കും? താങ്കളിപ്പോൾ ചോദിച്ചല്ലോ തൂക്ക് സഭ. അങ്ങനെ ഒരു സാധ്യത 100% തള്ളിക്കളയാൻ ഞങ്ങൾ ഏതായാലും ഇല്ല. അത് സംഭവിക്കുമെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അങ്ങനെയും ഒരു സാധ്യത കേരളത്തിലുണ്ട്. അതിനുള്ള ഒരു സാഹചര്യവും കേരളത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടറിയേണ്ടതാണ്. ഏതായാലും ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഭരണമാറ്റം പ്രവചിക്കുന്നുണ്ട്, അതും സത്യമാണ്. അല്ല, എക്സിറ്റ് പോളുകളുടെ ശരാശരി നോക്കിയപ്പോൾ BJPക്ക് 3.5 സീറ്റോ 3.25 സീറ്റോ ആണ്. അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് അത്ര സീറ്റ് കിട്ടണമെന്നുമില്ല, അതിൽ കൂടാൻ പാടില്ല എന്നുമില്ല. ഇതൊക്കെ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ പറഞ്ഞ പോലെ റാൻഡം ചെക്കിങ്ങിൻ്റെ മുകളിൽ നടക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു ബൂത്തിൽ എത്ര വോട്ട് കിട്ടുമെന്ന് കൃത്യമായി പറയുന്ന ബൂത്ത് തല പ്രവർത്തകർ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. അത് ഒരു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയ രാഷ്ട്രീയക്കാരാണ് കേരളത്തിലുള്ളത്. ഇവിടെ എക്സിറ്റ് പോളുകളൊക്കെ വരാത്ത കാലത്തും കൃത്യമായിട്ട് എന്താ പറയുക വിജയം പ്രവചിക്കുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, അവരുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊന്നും നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട. പക്ഷേ എക്സിറ്റ് പോളുകൾ വരുന്ന അല്ലെങ്കിൽ അവർ നൽകുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള ചർച്ചയൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ സ്വാഭാവികമാണ്. BJP സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ഞങ്ങൾക്കറിയാം എത്ര മുതൽ എത്ര വരെയാണ് സാധ്യത. ഇപ്പം ടൈറ്റ് മത്സരം നടക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്, വിജയ സാധ്യതയുള്ള സീറ്റുകളാണ് എന്ന് ഞങ്ങൾക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ എക്സിറ്റ് പോളുകളുടെ പിന്നാലെ പോകുന്നില്ല. ഇപ്പം ബംഗാളിൽ BJP ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത്. പക്ഷെ അതൊന്നും വിശ്വസിച്ചിട്ട് ഇപ്പോൾ ആഘോഷത്തിനൊന്നും മെനക്കെടുന്നില്ല.
കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ടീം UDF. UDF ഒറ്റക്കെട്ടായിട്ടാണ്. അതിനകത്ത് ഓരോ ആളുകൾക്കും അവരവരുടേതായ റോളും. നേരിട്ടിരിക്കുന്ന ഒരു ടീം വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ ജയപരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടേതല്ല, എല്ലാവരുടേതും കൂടാണ്. അതിൻ്റെ അകത്ത് ജയിച്ചാലും വലിയ ഭൂരിപക്ഷം കിട്ടിയാലും ചെറിയ ഭൂരിപക്ഷം കിട്ടിയാലും ഒക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിൻ്റെ പരാജയവും ഒരാളുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ലല്ലോ. തീരുമാനിക്കാൻ ഒരു ഹൈക്കമാൻഡ് ഉണ്ട്. പക്ഷേ CPM-ൽ അങ്ങനെയല്ല. CPM-ൽ ആകെ ഒരാളേ ഉള്ളൂ. അങ്ങനെ ഒരു കേന്ദ്രത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് അതും ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. ഷാജി ഏട്ടാ, ഇവിടെ അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് അഭിലാഷേ, അതായത് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണത്തിന് ഉത്തരം അതിനകത്ത് വരും. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ അഭിലാഷ് മോഹൻ എനിക്കൊന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ 2 പ്രതികളുണ്ട് അവരൊന്ന് പറഞ്ഞു തരണം. ഞാൻ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, AICs നിന്ന് കേട്ടിട്ടുണ്ട്, ഇലക്ഷൻ കമ്മിറ്റി കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് കമ്മിറ്റികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ ഹൈക്കമാൻഡിനെ തെരഞ്ഞെടുത്തതായിട്ട് ഒരു പ്രസ് റിലീസ് കൊടുത്തായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ കോൺഗ്രസിനകത്ത് ഹൈക്കമാൻഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ഹൈക്കമാൻഡിൽ ഞാൻ പറഞ്ഞിട്ട് ഗാന്ധി കുടുംബമാണ്. ഇന്ദിരാഗാന്ധി 1940 അഭിലാഷ് പറഞ്ഞു, അഭിലാഷിന്റെ സമയത്ത് പറഞ്ഞു, ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. അതെ. അപ്പോ അതൊരു ജനാധിപത്യ സംവിധാനമല്ല, അതൊരു കുടുംബ സംവിധാനമാണ്. വന്നാൽ ലീഗ് ഭരിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് വെള്ളാപ്പള്ളി നടേശൻ അരമണിക്കൂർ വാർത്താ സമ്മേളനം നടത്തി പറയുന്നു. ലീഗിന്റെ ചരടിൽ കെട്ടിയ വെറും പാവ മാത്രമാണ് സതീശൻ എന്ന് KP ശശികല ടീച്ചർ ഫേസ്ബുക്കിൽ എഴുതുന്നു. കോൺഗ്രസ് വന്നാൽ കോൺഗ്രസ് അതിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ. ലീഗ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്, വലിയ നമ്പർ സീറ്റുകൾ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കക്ഷിയാണ്. അവർ ജയിച്ചാൽ അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാവും, അവർക്ക് സേ ഉണ്ടാവും, അവർക്ക് അഭിപ്രായം ഉണ്ടാവും. അത് പറയുന്നതിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമം വേണോ? അവന്റെ മോതണ്ടല്ലേ. അല്ല, ഞാൻ പഴയ ഒരു പ്രസ്താവന അഭിലാഷിനെ ഓർമ്മിപ്പിക്കാം. ലീഗിന് എന്താണ് 4ാം മന്ത്രിസ്ഥാനോ ആവശ്യമാണെങ്കിൽ അത് ഒരു വെള്ളിത്തളികയിൽ പാണക്കാട് കൊണ്ട തരും എന്ന് പണ്ട് സീതി ഹാജി പറഞ്ഞിരുന്നു. പണ്ട് സീതി ഹാജിൻ്റെ ഒരു പ്രസ്താവന, പാണക്കാട് വെള്ളിത്തളികയിൽ കൊണ്ടുത്തരും. ഇതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. പണ്ട് ആയ കാലത്ത് ഇങ്ങനെ പല പ്രസ്താവനകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞകാല അനുഭവമുണ്ട്. കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും അതിൻ്റെ അകത്ത് വിഭാഗീയത ഉണ്ടാവും. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പോൾ ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലെടുത്ത് ഘടകകക്ഷികൾ, അതിൽ അഗ്രഗണ്യമായി ഉള്ളത് മുസ്ലിം ലീഗാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ, ന്യായവും അന്യായവുമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. AK ആന്റണി തന്നെ അന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നു എന്ന് സങ്കടം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചത് ഇവരാണ്. മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത് ഇവരാണ്. പിന്നെ ഇത്തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJP ഇത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, UDF വന്നാൽ ലീഗിന്റെ ഭരണമായിരിക്കും. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്, അതിലൊന്നും ഒരു മാറ്റവും. UDF വന്നാൽ കോൺഗ്രസ് അല്ല ലീഗായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പണ്ടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അതിന് കാരണമുണ്ട്, അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. CPM പ്രതിനിധി കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഈ കുടുംബാധിപത്യ പാർട്ടിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനും ഭരണത്തിൽ കൊണ്ടുവരാനും നിങ്ങളും കൈവന്തിക്കുമായിരുന്നില്ലേ? വെറുതെ അവരുടെ കുടുംബാധിപത്യം ഒന്നും കുറ്റം പറയണ്ട. ആ കുടുംബാധിപത്യമൊക്കെ നന്നായി സ്വീകരിച്ച് അതിനെ ആനയിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്, ആ രീതിക്ക് അപ്പുറം പോകില്ല. താങ്കൾ കുടുംബാധിപത്യത്തെ പറ്റി പറഞ്ഞല്ലോ, എന്ത് തരം അവൈലബിൾ കമ്മിറ്റിയാണ് കൂടുതൽ? ഇപ്പോൾ പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവൈലബിൾ PBI എന്ന് പണ്ട് പറയാറുണ്ട്. അവസാനം മുഖ്യമന്ത്രിക്ക് പോയി അടിയറവ് പറയുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്? എന്താ നിങ്ങളുടെ ചോദ്യം? ഞാൻ ഉത്തരം പറയാം. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രസിന്റെ കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ട്. അത് നിങ്ങൾ സംസാരിക്കാതിരുന്ന ഞാൻ പറയാം. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. കോൺഗ്രസ് ഹൈ കമാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു വാക്ക്, അതിനൊരു അർത്ഥമുണ്ട്. ഹൈ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ തലത്തിലുള്ള ഒരു ഘടകം. തരൂരും നേതൃ സംവിധാനം എന്ന് നമുക്കതിനെ കാണാം. വേണമെങ്കിൽ കോൺഗ്രസിന്റെ നാഷണൽ ലീഡർഷിപ്പ് എന്നുള്ളതിനെ വിളിക്കുന്ന ഒരു പദമായിട്ട് എന്തായാലും ഹൈക്കമാൻഡിനെ കണ്ടപ്പോൾ ഇത്ര വലിയ തർക്കമാണ്. എന്തായാലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നേത്രഗോചരമല്ലാത്ത ഒരു അധികാര സംവിധാനമാണ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും. എന്നാ പിന്നെ ഞാനങ്ങട്